നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ഇന്ന് ഫെബ്രുവരി 5 ബുധൻ 2025. പ്രധാന വാർത്തകളിലേക്ക്. ഭരണഘടനയുടെ ആത്മാവ് മനസ്സിലാക്കി ജീവിക്കുന്നുവെന്ന് പ്രതിപക്ഷത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചില ആളുകൾ അർബൻ നക്സലുകളുടെ ഭാഷയിൽ പരസ്യമായി സംസാരിക്കുന്നതും ഇന്ത്യയെ വെല്ലുവിളിക്കുന്നതും അതിനെതിരെ പോരാട്ടം പ്രഖ്യാപിക്കുന്നതും ദൗർഭാഗ്യകരമാണെന്നും ഈ ഭാഷ സംസാരിക്കുന്നവർക്ക് ഭരണഘടനയോ രാജ്യത്തിന്റെ അഖണ്ഡതയോ മനസ്സിലാക്കാൻ സാധിക്കില്ലെന്നും മോദി പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്കാണ് മോദി പരോക്ഷമായി ഈ മറുപടി നൽകിയത്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗം പരിഗണിക്കും. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാൻ CPM നേരത്തെ തന്നെ രാഷ്ട്രീയ തീരുമാനം എടുത്തിരുന്നു. SC, ST, OBC വിഭാഗങ്ങൾക്ക് സംവരണത്തിനുള്ള വ്യവസ്ഥയോടെയാകും സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുക. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ അത് അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭമുണ്ടാവും. സർക്കാരിന്റെ തൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളുമാണ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണം. ഇതെല്ലാം ജനങ്ങൾക്ക് മേൽ വിവിധ മാർഗങ്ങളിലൂടെ അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. കിഫ്ബി റോഡിൽ ടോൾ വെച്ചാൽ അന്ന് തന്നെ പൊളിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. KN ബാലഗോപാലിനും P രാജീവനും റാൻമൂളി നിൽക്കാതെ വഴിയിലായിരിക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെന്ന് സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറി ഡാൻസ് കളിക്കാമെന്നാണ് പിണറായി മുഹമ്മദ് റിയാസും വിചാരിച്ചെങ്കിൽ കിഫ്ബി റോഡിലല്ല, ഒരു റോഡിലും നിങ്ങളിറങ്ങില്ലെന്നും അബിൻ വർക്കി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അഭിപ്രായപ്പെട്ടു. KSRTCയിലെ TDF വിഭാഗം നടത്തിയ സമരം പൊളിഞ്ഞുവെന്ന് ഗതാഗത മന്ത്രി ഗേവി ഗണേഷ് കുമാർ. ശമ്പളം 1-ാം തീയതി തരും എന്ന് പറഞ്ഞിട്ട് സമരം നടത്തുന്നത് ശരിയല്ലെന്നും KSRTC നിലനിൽക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്നും കൊച്ചിയിൽ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടെ അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ LPSലെ കുട്ടികൾ ഉച്ചഭക്ഷണത്തിനായി കൃഷി ചെയ്ത പച്ചക്കറികൾ മോഷണം പോയി. 30ഓളം കോളിഫ്ലവറുകളും വഴുതനങ്ങയും തക്കാളിയുമാണ് മോഷണം പോയത്. തങ്ങളുടെ പച്ചക്കറി മോഷ്ടിച്ച കള്ളനെ പിടികൂടാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം സഹായം തേടിയിരിക്കുകയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. സംസ്ഥാനത്തെ ഹൈസ്കൂളിലെ 29,000 റോബോട്ടിക് കിറ്റുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനം ഫെബ്രുവരി 8 ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ IT വകുപ്പിന് കീഴിലുള്ള ICI ഫോഴ്സിൽ നടക്കുന്ന ചടങ്ങ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. കുട്ടികൾ തയ്യാറാക്കിയ റോബോട്ടിക് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം നടക്കും. കോഴിക്കോട് അരിയടത്ത് പാലത്ത് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ 50ഓളം പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരമാണ്. സ്കൂൾ കുട്ടികളടക്കം 50ലധികം പേരാണ് അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 42 പേരെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 11 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഇന്നലെ വൈകിട്ട് 4:15 അപകടം നടന്നത്. തൃശൂർ ചിറ്റാട്ടുപുര പെങ്കണിക്കൽ ക്ഷേത്ര ഉത്സവത്തിന് എത്തിച്ച ചിറ്റിലപ്പള്ളി ഗണേശൻ എന്ന ആന ഒരാളെ കുത്തിക്കൊന്നു. ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. കുളിപ്പിക്കുന്നതിനിടെ പാപ്പാനെ തുമ്പികൈ കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് ഓടിയ ആന 1.5 കിലോമീറ്റർ അപ്പുറത്ത് മുന്നിൽ കണ്ട ആനന്ദിനെ ആക്രമിക്കുകയായിരുന്നു. ആനന്ദിനെ കുത്തിയ ശേഷവും ഓട്ടം തുടർന്ന ആനയെ 1 മണിക്കൂറിന് ശേഷം കണ്ടാണശ്ശേരിയിലാണ് തളച്ചത്. വാൽപ്പാറയിൽ ബൈക്ക് റൈഡിങ്ങിനെത്തിയ ജർമ്മൻ സ്വദേശി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. റോഡിൽ വഴിമുടക്കുന്ന കാട്ടാനയെ കണ്ടിട്ടും ബൈക്കുമായി മുന്നോട്ട് പോയ മൈക്കിൾ എന്ന ജർമ്മൻ പൗരനെയാണ് ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. തമിഴ്നാട് വാൽപ്പാറ പാതയിൽ ഇന്നലെ വൈകിട്ട് 6:30 ഈ സംഭവം നടന്നത്. മൈക്കിളിനെ ആനക്കൊമ്പിൽ കോർത്ത് എറിയുകയായിരുന്നു. ഇതുവഴി വന്ന യാത്രക്കാർ ബഹളം വെച്ചോടെ കൂടുതൽ ആക്രമണത്തിന് മുതിരാതെ ആന പിൻവാങ്ങി. മൈക്കിളിനെ വാൽപ്പാറ എസ്റ്റേറ്റ് ആശുപത്രിയിലെത്തി പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം പൊള്ളാച്ചിയിലെ ആശുപത്രിയിലെത്തിക്കും മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് വല്ലപ്പുഴയിൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗാലറി തകർന്നു വീണ് നിരവധി കാണികൾക്ക് പരിക്കേറ്റു. വല്ലപ്പുഴ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലിടെ ഇന്നലെ രാത്രി 10:30 സംഭവം. ഗാലറിക്ക് താങ്ങാവുന്നതിലേറെ കാണികളെത്തിയതാണ് അപകടത്തിന് കാരണമായെന്നാണ് പ്രാഥമിക നിഗമനങ്ങൾ. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ പ്രതി ബോബി ചെമ്മന്നൂരിന് ജയിലിൽ സഹായം നൽകിയതിൽ പോലീസ് കേസെടുത്തു. സസ്പെൻഷനിലായ മധ്യമേഖല ജയിൽ DIGP ജയകുമാർ, എറണാകുളം ജയിൽ സൂപ്രണ്ട് രാജു അബ്രഹാം എന്നിവർക്കെതിരെയാണ് കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്ത്. ഇരുവർക്കും പുറമെ 4 പുരുഷ ഉദ്യോഗസ്ഥരും 2 വനിതാ ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളാണ്. മുക്കത്ത് യുവതിയെ ഹോട്ടൽ ഉടമയും സഹായികളും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടിയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ. കോഴിക്കോട് റൂറൽ SPയോടാണ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയത്. ഈ മാസം 2 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന VHF മറൈൻ റേഡിയോ വിതരണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് 2020 6,251 രൂപ അടച്ചെങ്കിലും ഇതുവരെ മറൈൻ റേഡിയോ ലഭിച്ചില്ലെന്ന പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഇടപെടൽ. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടന്ന സ്ഥലത്തും പ്രതി ഓടി രക്ഷപ്പെട്ട പ്രദേശത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. പ്രദേശവാസികളുടെ വൈകാരിക പ്രകടനം ഉണ്ടാകുന്ന കണക്കൂട്ടൽ വൻ സുരക്ഷയാണ് പോത്തുണ്ടി മുതൽ ബോയൻ കോളനി വരെ പോലീസ് ഒരുക്കിയത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമര അയൽവാസിയായ പുഷ്പയെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടതായി പോലീസ്.
ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ സ്കൂളിനെതിരെ മിഹിറിന്റെ അമ്മ വിശദീകരണ കത്തിലൂടെ സ്കൂൾ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും മിഹിർ റാഗിങ്ങിനിരയായ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതെന്നും സ്കൂളിന്റെ വാദം തെറ്റാണെന്നും സ്കൂൾ നേരത്തെ ഇടപെട്ടിരുന്നുവെങ്കിൽ തന്റെ മകൻ ജീവനൊടുക്കില്ലായിരുന്നു അമ്മ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. മിഹിറിനെ മുമ്പ് പഠിപ്പിച്ച സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന പ്രചരണം തെറ്റാണെന്നും അമ്മ വ്യക്തമാക്കി. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി വരുന്ന ഒരു വർഷം കൊണ്ട് തന്നെ സംസ്ഥാന ജനങ്ങളിലെ ക്യാൻസർ രോഗസാധ്യത കണ്ടെത്തുന്നതിനും ആരംഭഘട്ടത്തിൽ തന്നെ അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ സംസ്ഥാന തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തന്റെ പേരിൽ പണം ആവശ്യപ്പെട്ട് വാട്സ്ആപ്പ് കോളുകളും സന്ദേശങ്ങളും പ്രചരിക്കുന്നതായി ചൂണ്ടിക്കാണിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി. ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഇടയിലാണ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ബാലരാമപുരത്ത് ദേവേന്ദു എന്ന 2 വയസ്സുകാരി കൊലപ്പെടുത്തിയ കേസ് തനിക്ക് പങ്കില്ലെന്ന് ജ്യോത്സ്യൻ ശംഖുമുഖം ദേവിദാസൻ. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ശ്രീധുവിന് ഒരു മാർഗനിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും ശ്രീധു തലമുണ്ടനം ചെയ്തത് തന്റെ നിർദ്ദേശപ്രകാരം അല്ലെന്നും ശംഖുമുഖം ദേവിദാസൻ പറഞ്ഞു. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് മാർച്ച് 1 തീയതി മുതൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് നൽകില്ല, പകരം ഡിജിറ്റൽ രൂപത്തിലുള്ള RC ആയിരിക്കും നൽകുകയെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തിരുന്നു. ഒരു മാസത്തിലേറെ നീണ്ട പ്രചരണത്തിനൊടുവിൽ ഡൽഹിയിൽ ഇന്ന് വിധി എഴുതുമണ്ഡലങ്ങളായി 690 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. കണ്ടെയ്നറിൽ കാലികളെ കൊണ്ടുപോകുന്നതിൽ മാർഗരേഖയുമായി മദ്രാസ് ഹൈക്കോടതി. കണ്ടെയ്നറിൽ കന്നുകാലികളെ കുത്തിയിറച്ച് കൊണ്ടുപോകുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ക്രൂരമായ നടപടിയാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇലക്ട്രിക് പോസ്റ്റുകൾ മോഷ്ടിച്ചയാൾക്ക് ഉപാധികളോട് ജാമ്യം നൽകി ഒറീസ ഹൈക്കോടതി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന ചർച്ചയ്ക്ക് മറുപടി പറവെ പ്രതിപക്ഷ നേതാക്കളെ വിമർശിച്ചും പരിഹസിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാകുംഭമേളയ്ക്കിടെ ജനുവരി 21 തീയതിയും തിക്കിലും തിരക്കിൽപ്പെട്ട് 30 പേർ മരിക്കുകയും 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അത്ര വലിയ സംഭവമായിരുന്നില്ലെന്ന് BJP MPയും നടിയുമായ ഹേമമാലിനി. പശുക്കളെ മോഷ്ടിക്കുന്നവരെ നടു റോഡിൽ വെടിവെച്ചിടാൻ ഉത്തരവിടുമെന്ന് കർണാടക മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മംഗല സുബവൈദ്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാകുംഭമേളയ്ക്കെത്തി പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യും. നികുതി അടയ്ക്കാതെ റോഡിലിറങ്ങിയ ആഡംബര കാറുകൾ ബംഗളൂരു ഗതാഗത വകുപ്പ് പിടിച്ചെടുത്തു. പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് വിരമിക്കുക എന്ന ചോദ്യത്തിൽ അപ്രസക്തമായി നരേന്ദ്രമോദി. ലോക്സഭയിലെ ബജറ്റ് സമ്മേളനത്തിലെ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ മറുപടി പറയെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഹാസവും വിമർശനവും. വിദേശകാര്യത്തെക്കുറിച്ച് പറഞ്ഞാലേ പക്വതയുണ്ട് തെളിയിക്കാനാവൂ എന്ന് ചിലർ കരുതുന്ന എന്നായിരുന്നു രാഹുലിനെ ഉന്നമിട്ടുള്ള മോദിയുടെ പരിഹാസം. $1 ട്രില്യൺ സമ്പൻ വ്യവസ്ഥയായി മാറുക എന്ന ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ 2025-26 തങ്ങളുടെ 8ാം സാമ്പത്തിക സെൻസസ് ആരംഭിച്ചു ഉത്തർപ്രദേശ് സർക്കാർ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.